നമ്മൾ രാവിലെ മുതൽ തുടർച്ചയായി ഈ വിഷയം നിഖ്യാ സുനോദോസിനെ പറ്റി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ എക്യുമെനിക്കൽ സുനോദോസ് AD 325 നിഖ്യാ സുനോദോസിൻ്റെ 1700-ാം ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെയും ഈ പഴയ സെമിനാരിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഒപ്പം എനിക്ക് ഈ വേദി നൽകിയതിനും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ മഹാസംഭവം ഓർമ്മിക്കുവാൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കഴിഞ്ഞ നവംബർ 28 തുർക്കിയിലെ ഇസ്നിക്കൽ സ്ഥലത്ത് 27 സഭാതലവന്മാർ മാർപ്പാപ്പ തിരുമേനിയോടൊപ്പം എക്യുമെനിക്കൽ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി. അതിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധ ബാവാ തിരുമേനിക്കും ഉണ്ടായിരുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം അഭിമാനകരമായ കാര്യം തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നിർണയിക്കപ്പെട്ടത് ഈ സുനോദോസിലാണ്. പുതിയതായി എന്തെങ്കിലും വെളിപാട് കണ്ടുപിടിക്കുകയല്ല പിതാക്കന്മാർ ചെയ്തത്. ഇവിടെ ദിയോസ്കോറോസ് തിരുമേനി സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസം അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് സത്യസന്ധ്യമായി പ്രഖ്യാപിക്കുക മാത്രമാണ് നിഖ്യാ സുനോദോസിൽ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, വിഭജിക്കപ്പെടാത്ത ക്രിസ്തുവിൻ്റെ ഏകസഭ നിലനിന്നിരുന്ന കാലമായിരുന്നു അത്. സഭ വിഭജനത്തിൻ്റെ കയ്പും ദുഃഖവും അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാലം. അതുകൊണ്ട് തന്നെയാണ് ഗൃഹാതുരത്വത്തോടുകൂടി എല്ലാ സഭകളും ഇന്ന് പരിശുദ്ധ നിഖ്യാ വിശ്വാസ പ്രമാണം അംഗീകരിച്ചുകൊണ്ട് അത് ആദരിക്കുന്നത്. നിഖ്യാ സുനോദോസ് എന്ന് വിളിച്ച് പറയുന്ന ഒരു സത്യമുണ്ട്. ക്രൈസ്തവർക്ക് ഇടയിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനം സാധ്യമാകാത്ത ഒരു പരിശ്രമമല്ല, നമുക്കത് സാധ്യമാണ്. കാരണം അങ്ങനെയൊരു നല്ല കാലം നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, സുനോദോസിനെ കുറിച്ച് പറയുമ്പോൾ ഗ്രീക്ക് തത്വചിന്തയുടെ സഹായത്തോടെ ആണ് നിഖ്യാ വിശ്വാസം വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇവിടെ പറഞ്ഞതുപോലെ ആരിയൂസ് പിതാവായ ദൈവം മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞു. പുത്രൻ പിതാവിന് സബോർഡിനേറ്റ് ആണ്, ശ്രേഷ്ഠമായ ഒരു സൃഷ്ടി മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിഖ്യാ വിശ്വാസം പഠിപ്പിച്ചു പിതാവും പുത്രനും ദൈവമാണ്. ഹോമോ ഊസിയോസ്, സമസത്തയിലാണവർ. അതുകൊണ്ട് തന്നെ പുത്രൻ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണ്, പ്രകാശത്തിൽ നിന്നുമുള്ള പ്രകാശമാണ്. നിഖ്യായുടെ ഈ തീരുമാനം വിശ്വാസ പ്രമാണം മാത്രമല്ല, 20 കാനോനകൾ കൂടിയുണ്ട്. സഭയുടെ ഏകത്വം സംരക്ഷിക്കുവാൻ, സഭാഘടനയെ ബലപ്പെടുത്തുവാൻ ഈ 20 കാനോനകൾ പിന്നീട് നമ്മെ സഹായിച്ചിട്ടുമുണ്ട്. നമുക്കറിയാം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇവിടെ ദൈവം ഉപകരണമാക്കിയ മനുഷ്യനാണ്. അദ്ദേഹം സുനോദോസ് വിളിച്ചു കൂട്ടുവാൻ ഉള്ള ഉപകരണമായിട്ട് തീർന്നു. ഒരിക്കലും അതിൻ്റെ തീരുമാനത്തിൽ, അതിൻ്റെ പ്രക്രിയയിൽ ഒരിക്കലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പരിശുദ്ധ പിതാക്കന്മാരെ സമ്മേളിച്ചു എന്നുള്ളതാണ് ഈ സുനോദോസിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. സഭാ പീഡനത്തിൻ്റെ
മുദ്രകൾ, ആ സഭാപീഡനത്തിൻ്റെ കഴിഞ്ഞകാല മുദ്രകളൊക്കെയും ശരീരത്തിൽ പേറിയ പലരും പിതാക്കന്മാരുടെ ഇടയിൽ അന്നുണ്ടായിരുന്നു. സിൽവസ്റ്റർ പാപ്പായുടെ പ്രതിനിധികളായ 2 വൈദികർ, വിക്ടർ ആൻഡ് വിൻസെൻ്റ് ഉണ്ടായിരുന്നു അവിടെ. സ്പെയിനിൽ നിന്ന് പോലും ഹോസിയൂസ് എന്ന മെത്രാൻ ഉണ്ടായിരുന്നു. കേസറിയയിലെ ഔസേബിയൂസ് ഉണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അലക്സാണ്ട്രിയയിലെ അലക്സാണ്ടർ പിതാവിൻ്റെ ഡീക്കനായ അത്താനാസിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മെ സംബന്ധിച്ച് പേർഷ്യൻ സഭയുടെയും ഇന്ത്യൻ സഭയുടെയും പ്രതിനിധിയായി ബിഷപ്പ് യോഹന്നാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെപ്പറ്റി അല്പം ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ത്യൻ സഭയെപ്പറ്റി അറിയുവാൻ അത് നമ്മളെ സഹായിക്കും. പേർഷ്യൻ സഭയിലെ അർബേലയിലെ മെത്രാനായിരുന്നു അദ്ദേഹം. അർബേല ക്രോണിക്കിളിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട്. നിക്കിയാ സുനോദോസിൻ്റെ കാനോനകൾ താങ്കളുടെ പ്രാദേശിക സഭകളിൽ പ്രചരിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട 13 മെത്രാന്മാരിൽ ഒരാൾ ആയിരുന്നു അദ്ദേഹം. ചരിത്രം പറയുന്നത് പോലെ ഈ ബിഷപ്പ് ജോൺ തൻ്റെ മെത്രാസനമായ അർബേലിൽ നിന്നും 600 കിലോമീറ്റർ തെക്ക് മാറി ഊസ് എന്ന പ്രദേശത്ത് AD 328 മുതൽ 339 വരെ 11 വർഷക്കാലം മാറി താമസിച്ചു എന്നാണ് ക്രോണിക്കളിൽ പറയുന്നത്. അവിടെ പറയുന്നത് സഭാകാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ മാറി താമസിച്ചതെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്ത് സഭാകാര്യമാണ് അദ്ദേഹം അവിടെ ഈ 11 വർഷം ചെയ്തത് തൻ്റെ മെത്രാസനത്തിൽ നിന്നും മാറി താമസിച്ചുകൊണ്ട്? ഊസ് പ്രദേശം എന്ന് പറയുന്നത് അന്ന് അന്തർദേശീയമായ കച്ചവട കേന്ദ്രമാണ്. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കച്ചവടക്കാർ ചരക്കുമായി കപ്പലിൽ പോയിരുന്നു. ഊസ് യൂഫ്രാട്ടിസ്, ടൈഗ്രീസ് നദികൾ ഒന്നിച്ച് ഒഴുകുന്ന ഇറാൻ്റെ ഭാഗമാണ്. വളരെ ഫലഭൂഷ്ടമായ ഭാഗം കൂടിയാണ്. അപ്പോൾ ഊസിൽ നിന്നും ബസ്ര തുറമുഖത്ത് വന്ന് ആ നദീമാർഗം വന്നിട്ട് പേർഷ്യൻ ഉൾക്കടലിൽ വഴി അറേബ്യൻ കടൽ കടന്നാണ് കേരളത്തിൽ അന്ന് വരാവുന്നത്. അപ്പോൾ ഊസിൽ താമസിക്കുമ്പോൾ ബിഷപ്പ് ജോൺ കച്ചവടക്കാരിൽ നിന്നും തോമാസ് ലീഹായുടെ ഇന്ത്യൻ സഭയെപ്പറ്റി അറിഞ്ഞിരിക്കാം. അന്ന് ഇന്ത്യൻ സഭയെപ്പറ്റി ഉള്ള റിപ്പോർട്ടിൽ അനുസരിച്ച് അല്പം ശോചനീയ അവസ്ഥയിലായിരുന്നു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് പോലും ആളുകൾ കുറഞ്ഞ ഒരു കാലമായിരുന്നു. എന്തായാലും ജോൺ മെത്രാൻ ഊസ് ദേശത്ത് തങ്ങിയത് സഭാകാര്യങ്ങൾ നടപ്പാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് നിക്കിയ തീരുമാനങ്ങൾ ഇന്ത്യൻ സഭയിൽ കൂടി നടപ്പാക്കേണ്ട ചുമതല അദ്ദേഹത്തിന് ഫലമേൽക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു നിക്കിയ സുനോദോസിൽ നിന്നും. നിക്കിയ സുനോദോസിൻ്റെ 4, 6 എന്നീ കാനോനകളിൽ പറയുന്നത് ഏത് സഭയ്ക്കും ഹൈരാർക്കിക്കൽ സ്ട്രക്ചർ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ പട്ടണങ്ങളിലെ വലിയ മെത്രാപ്പൊലിത്തായുടെ കീഴിലാവണം അവിടെയുള്ള മറ്റ് മെത്രാപ്പൊലിത്താമാർ. ആ മെത്രാപ്പൊലിത്താമാരുടെ കീഴിലായിരിക്കണം അതിന് താഴെയുള്ള മെത്രാന്മാർ. അങ്ങനെ ഒരു സംവിധാനം, ഒരു ഹൈരാർക്കി സഭയിൽ ഉണ്ടായിരിക്കണം എന്ന് നിക്കിയ സുനോദോസ് ഈ 2 കാനോനുകളിലൂടെ പറഞ്ഞിരുന്നു. ഇന്ത്യൻ സഭയ്ക്ക് വേണ്ടത്ര ഹൈരാർക്കിക്കൽ സംവിധാനമില്ല എന്ന് ബിഷപ്പ് ജോൺ മനസ്സിലാക്കി. അക്കാര്യം പേർഷ്യൻ സഭയിലെ സഭയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. അതോടെയാവണം പേർഷ്യൻ സഭയും ഇന്ത്യൻ സഭയും ഉള്ള നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഹൈരാർക്കിക്കൽ ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. AD 345 ജ്ഞാനായ കുടിയേറ്റ സംഘത്തോടൊപ്പം ഉറഹ മാർ യൗസേപ്പ് കേരളത്തിൽ എത്തി എന്നുള്ളതും ഒരു ചരിത്രമാണ്.
ഏതായാലും ബിഷപ്പ് ജോൺ പേർഷ്യൻ ചക്രവർത്തി സപ്പോറിൻ്റെ മതപീഡനത്തിൽ 345 തന്നെ രക്തസാക്ഷിയായിട്ട് നവംബർ 1 ബെത്ലപ്പാത്ത് എന്ന സ്ഥലത്ത് പട്ടണത്തിൽ വെച്ച് രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് നമ്മുടെ ഇന്ത്യൻ സഭയെയും പേർഷ്യൻ സഭയെയും ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിഖ്യാ സുനോദോസിൽ യോഹന്നാൻ മെത്രാൻ സന്നിഹിതനായിരുന്നു. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാൻ കൂടിയാണ്. ഏതായാലും നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്ന വിശ്വാസ പ്രമാണം, ആ വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ നിഖ്യാ സുനോദോസിനെ ഓർമ്മിക്കുന്നു. ഗൃഹാതുരത്വം നിറഞ്ഞ പഴയ കാലത്തിലേക്ക്, സഭയൊന്നായിരുന്നു എന്ന കാലത്തിലേക്ക് നമ്മുടെ മനസ്സ് വിങ്ങുന്നു എപ്പോഴും എന്ന് നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരുന്നു. സമാഗതമായ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.